നിറത്തിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അതൊരു പ്ലഷറാണ് മാറി ചെയ്യാന്ന് പറയുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അതിൽ ലൈക്ക് യു സെഡ് മേക്കപ്പ് ഉണ്ട്, എന്നും കോസ്റ്റ്യൂം ഉണ്ട്, പുതിയ പുതിയ കോസ്റ്റ്യൂം, എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂം, അതുപോലെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നേരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ക്യാരക്ടർ തന്നെ ചേഞ്ച് ആയിരുന്നു. ഇപ്പോഴും തട്ടിത്തടഞ്ഞ് വീഴുന്ന ഒരു ക്യാരക്ടർ, അതും ഒരു ചലഞ്ചാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കുക ഏതാണ് എൻ്റെ മനസ്സിനോട് കൂടുതൽ ചേർന്ന് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ ഇതായിരിക്കും. ആദ്യം ജാനകിക്കുട്ടി, രണ്ടാമത് നിറം, വർഷ. തീർച്ചയായിട്ടും. കാരണം ഇന്നും വർഷ പലരുടെയും മനസ്സിലുണ്ടെന്നുള്ളത് ഒരുപാട് പേരിങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാനും വർത്തമാനം പറയാനൊക്കെ വരുമ്പോൾ പറയും, ഞാൻ എൻ്റെ മോളെ വിളിക്കുന്നത് നിറത്തിലെ ജോമോൾ എന്നാണ്. ഞാൻ ചോദിച്ചു തട്ടിത്തടഞ്ഞ് വീഴുന്ന അത് തന്നെ. അവർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ സമയത്തൊന്നും അവരുടെ മക്കളിപ്പോൾ ഉണ്ടായ മക്കൾക്ക് അവരൊക്കെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ഞാൻ ആ ഒരു ഗ്യാപ്പ് എടുത്ത ഒരാളാണ് സിനിമയിൽ നിന്ന്. എന്നിട്ട് പോലും ഇപ്പോഴും എൻ്റെ പേര് നിറത്തിലെ ജോമോൾ, നിറത്തിലെ വർഷ എന്നുമല്ല, നിറത്തിലെ ജോമോൾ അല്ലെങ്കിൽ ജോമോൾ എന്ന് പറയുന്ന എൻ്റെ പേര് പല കുടുംബങ്ങളുമായിട്ട് ഇപ്പോഴും ചേർന്ന് കിടക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഒരു റാങ്കിങ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തായാലും ജാനകിക്കുട്ടി, രണ്ടാമത് വർഷ. ഓ അടിപൊളി. ഈ വർഷയുടെ വീഴുന്ന പ്രത്യേകത, എൻ്റെ കാമുകി പല സ്ഥലത്തും തട്ടി വീഴുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ക്യാരക്ടേഴ്സിനെ. എന്ന് വെച്ചാൽ അയാൾ കാലിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ ഒരു ശ്രദ്ധക്കുറവോ എന്തോ കൊണ്ട് ചില സ്ലിപ്സ് ഒക്കെ വരുമ്പോൾ ഇയാൾ തട്ടി വീഴും. അപ്പം ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരുന്നത് അവരുടെയൊക്കെ ഒരു സംവിധായകരുടെയൊക്കെ ഒരു മിടുക്കാണ്. അതിനകത്ത് ആക്ച്വലി എങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ് വന്ന് എപ്പോഴും തട്ടിത്തടഞ്ഞ് വീഴണം, വേറെ എന്ത് വേണമെങ്കിലും ആ ക്യാരക്ടറിന് ഒരു എന്താ പറയുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നേച്ചർ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് ആരും പ്രതീക്ഷിക്കാത്ത അത് എങ്ങനെ ചെയ്യുന്ന തുടക്കം തൊട്ട് ഈവൻ പടം അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. എങ്ങനെ വീണു, എങ്ങനെ വീഴാൻ സാധിച്ചു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ പല സമയത്ത് ഇപ്പോഴും ഞാൻ തട്ടിത്തടഞ്ഞ് വീഴാറുണ്ട്. വീണില്ല, തട്ടിത്തടയാറുണ്ട് ഇപ്പോഴും. പക്ഷെ ആ വീണൊക്കെ ഒരു നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഈ മയിൽപ്പീലിക്കാവിലേക്ക് എത്തുമ്പോൾ ശരിക്കും കുഞ്ചാക്കോ ബോബൻ നക്ഷത്ര താരാട്ടും അനിയത്തിപ്രാവ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് പുതിയ നായിക വരുന്നു. അത് ജോമോളാണ്. അത് വേറെ തരത്തിലുള്ള ക്യാരക്ടറാണ്. അതൊരു കോംബോ ആണ്. ഇല്ലെങ്കിൽ ആ ഒരു കാവും പരിസരങ്ങളും ഒക്കെ ആ വേറൊരു ജോണറിൽ തന്നെ കുറച്ചൊരു ഹൊറർ എലമെന്റ് ഒക്കെ വരുമ്പോൾ ഒരു സുഖമുള്ള ഒരു സാധനമാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഭ്രമാത്മകമായ കഥകളിലെ ഒരു താരമാണ്. ഈ ആ മയിൽപ്പീക്കാലി ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് പാട്ടുകൾ, മയില എന്ന് പറയുന്ന പാട്ടുകൾ ഇന്നും 2 ദിവസം മുൻപും കൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ FM-ൽ കേട്ടിരുന്ന പാട്ടാണ് മയിലായി പറന്നു പോവാ. അത് കുഞ്ചാക്കോബനുമായിട്ട് ചെയ്യുമ്പോൾ കുഞ്ചാക്കോബൻ ഒരു അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു ഹിറ്റിന് ശേഷം വരുന്ന ഒരു സാധനമാണ്. അപ്പൊ എത്രത്തോളം ഒരു ഗുമ്മുള്ളൊരു അവസ്ഥയായിരുന്നു അന്ന് അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് ഞാൻ സിനിമയിലൊന്നും വന്നിട്ടില്ല. ഞാൻ എൻ്റെ ജസ്റ്റ് 10th കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അന്ന് എല്ലാ പെൺകുട്ടികളെ പോലെ ചാക്കോച്ചൻ്റെ ഒരു വെരി ആർഡൻ ഫാൻ ആയിരുന്നു ഞാൻ. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ആ ഒരു എല്ലാവരുടെയും ഒരു ഹാർട്ട് ത്രോബായിരുന്നു അന്ന്. അപ്പം അത് അനിയത്തിപ്രാവ് ഞാൻ 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവിയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മൂവി എന്ന സ്വന്തം ജാനകിക്കുട്ടി, രണ്ടാമത്തെ മൂവി സ്നേഹം, പിന്നെ മൂന്നാമത്തെ പഞ്ചാബി ഹൗസ്, നാലാമത്തതാണ് ഞാൻ മയിൽപ്പീലിക്കാവ്. അപ്പം ആദ്യത്തെ മൂവി ഞാനിതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മൂവി ജാനകിക്കുട്ടി കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഇതിനുള്ള ഓഫർ വന്നത്. ഷൂട്ടിംഗ് കുറച്ച് 2 മൂവിയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഇതിന് വന്നതാണ്, ഈ മയിൽപ്പീലിക്കാവിനുള്ള ഓഫർ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നമുക്ക് അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സിനിമയില്ല, ഞാൻ മാണ്. കാരണം പ്രീ ഡിഗ്രിയാണ് ഞങ്ങളുടെ സമയത്ത്. അപ്പം പ്രീ ഡിഗ്രി ഞാൻ സയൻസ് 2nd ഗ്രൂപ്പ് എടുത്തത്. ഞാൻ പറഞ്ഞു ഇല്ല ഇനിയിപ്പോൾ പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം വീട്ടിലിങ്ങനെ പറഞ്ഞു അല്ല ഒരു മൂവിയുടെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല മൂവി ഞാൻ ചെയ്യുന്നില്ല, ഇല്ല അല്ല കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ. ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ കൂടെയാണ്, ഓക്കെ എന്തായാലും ചെയ്യും ആ മൂവി. അങ്ങനെയാണ് പിന്നെ ആ മൂവിയിലേക്ക് അടിപൊളിയാണ്. അപ്പം കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ ആദ്യം ചാക്കോച്ചൻ്റെ കൂടെ മൂവിയുടെ ഷൂട്ടിന് മുൻപ് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അന്ന് രാജൻ പോൾ എന്ന് പറഞ്ഞ പണ്ട് മലയാളം വനിതയുടെ ഒക്കെ കവർ പേജ് ചെയ്ത രാജൻ പോൾ ആയിരുന്നു ഞങ്ങളുടെ ഫോട്ടോ സെഷൻ ചെയ്തത്. അപ്പോൾ പടത്തിൻ്റെ പോസ്റ്റേഴ്സും പിന്നെ അന്ന് കാസറ്റ് ആയിരുന്നു.
അന്ന് കാസറ്റിൻ്റെ കവറുണ്ട്, കാസറ്റിനൊരു കവർ ഉണ്ടാവും, കാസറ്റിൻ്റെ കവറൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഇതിനു മുൻപ് എത്രയോ മുൻപ് ഞങ്ങൾ എടുത്ത ഫോട്ടോ സെഷൻ്റെ ഫോട്ടോസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചാക്കോച്ചനെ കാണുന്നത്. പക്ഷെ ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എന്നെ ആദ്യം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു. അന്ന് എനിക്ക് നാഷണൽ അവാർഡിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായിട്ട് ചാക്കോച്ചൻ വിളിച്ചു, സംസാരിച്ചു. പിന്നീടാണ് ഞങ്ങൾ ഈ ഫോട്ടോ സെഷനെ കാണുന്നത്. പിന്നെ റെസ്റ്റ് ഷൂട്ടിങ് അങ്ങനെ. ഒരുപാട് ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒതുക്കിക്കൊണ്ട് സ്നേഹത്തിലെ മണിക്കുട്ടി എന്നായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്. അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. അല്ലെങ്കിൽ ആ മണിക്കുട്ടി അവസാനം ഹാപ്പിനെസ്സിലേക്ക് എത്തുമെങ്കിലും മണിക്കുട്ടിയുടെ ആ ജനൽ അഴിയിൽ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. ആരെങ്കിലും അതുവഴി കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ മണിക്കുട്ടി അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മണിക്കുട്ടിയുണ്ട്. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കും അവളൊന്ന് പുറത്തിറങ്ങി കാണാനും പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ മനസ്സ് അവിടെ ഇങ്ങനെ നിന്നുപോയി. പക്ഷെ എങ്കിലും അതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻസ്പയറിംഗ് എലമെന്റ് അതിനകത്തുണ്ടായിരുന്നു. മണിക്കുട്ടി ചെയ്യുമ്പോൾ ആ ഒരു ലൊക്കേഷനും പിന്നെ ജയരാജ് സാറിന്റെ പടമാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടി, ഞാൻ അഭിനയിച്ച് ദൈവം അനുഗ്രഹിച്ച് ഞാൻ ഇതുവരെ എല്ലാം അന്നത്തെ ആ ഒരു സമയത്ത് എല്ലാം ടോപ്പ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. ആദ്യം ഹരിഹരൻ സാർ, രണ്ടാമതാണ് ജയരാജ് സാറിൻ്റെ കൂടെ. ജയരാജ് സാറിൻ്റെ പടത്തിൻ്റെ ലൊക്കേഷനിലോട്ട് വന്നപ്പോഴേ ഞാൻ എല്ലാവർക്കും ജാനകിക്കുട്ടിയിൽ അഭിനയിച്ച കുട്ടി എന്നുള്ള ആ ഒരു ഇതിലൂടെയാണ്, കാഴ്ചപ്പാടിലൂടെയാണ് എന്നെ കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് എന്നിൽ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. കാരണം ജാനകിക്കുട്ടി അഭിനയിച്ചത് മുഴുവൻ ഹരിഹരൻ സാറിൻ്റെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രം. സാർ എന്ത് പറയുന്നു അത് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഒരു തോന്നൽ. പക്ഷെ നേരെ മറിച്ച് ജയരാജ് സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ജയറാമേട്ടൻ, ബിജു ചേട്ടൻ, അങ്ങനെയുള്ള എല്ലാം സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടിയ കുട്ടി, അതുപോലെ ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച ഒരു കുട്ടി, അവർക്ക് ആ ഒരു ലെവലിലായിരിക്കണം അവർ കണ്ടത്. അപ്പോൾ എനിക്ക് നല്ല സ്ട്രെസ്സായിരുന്നു ആ പടം ചെയ്യുന്നതിൽ. ഒന്നാമത് കാല് വയ്യാത്തൊരു കുട്ടി. ഫസ്റ്റ് ഷോട്ട് തന്നെ ജയറാമേട്ടൻ്റെ കൂടെ എൻ്റെ കൈയും കാലം വരച്ചിട്ടായിരുന്നു ഞാൻ ആ പടം ചെയ്തത്. പിന്നെ ജയരാജ് സാറിനെ പോലെ ഒരു ഡയറക്ടർ എങ്ങനെ, കാരണം ഹരിഹരൻ സാറിനെ എനിക്കറിയാം എങ്ങനെയാണെന്നുള്ള, നമ്മൾ ആർട്ടിസ്റ്റുമായിട്ട് ജയരാജ് സാർ എങ്ങനെയാണ് ആർട്ടിസ്റ്റുമായിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഷോട്ട് ശരിയായിട്ടില്ലെങ്കിൽ വഴക്ക് പറയോ, ഇത്രയും സീനിയേഴ്സ് ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷനിലൂടെയാണ് വന്നത്. ഒന്ന്. രണ്ടാമതൊരു ഒരു മണിക്കുട്ടി എന്ന് പറയുന്നത് ജാനകിക്കുട്ടിയുടെ ഏജുമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഒരു ലേഡിയാണ് അതിനകത്ത്. അപ്പം കാല് വയ്യാത്ത ഒരു ലേഡി, അതുപോലെ കട്ടിൽ നിന്ന് വീഴുന്നു, അങ്ങനത്തെ എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇതേപോലെ തന്നെ ഇത്. പക്ഷേ ജാനകിക്കുട്ടി ഞാൻ വളരെ റിലീവ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്തൊരു പടമാണ്. പക്ഷേ നേരെ മറിച്ച് സ്നേഹം ഞാൻ ഒത്തിരി കുറച്ച് നന്നായിട്ട് ഇമോഷണൽ സ്ട്രെസ് ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ജോമോളുടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരു കാലഘട്ടത്തെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. മൈ ഡിയർ മുത്തച്ഛനിൽ മായ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. പക്ഷേ അതിന് പുറകോട്ട് പോകുമ്പോഴാണ് വടക്കം വീരഗാഥ എന്ന് പറയുന്ന വലിയ ഗ്രേറ്റ് പടത്തിൽ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ക്യാരക്ടർ. ഉണ്ണിയാർച്ചയെ കുറിച്ച് ജോമോള് തന്നെ പറഞ്ഞത് കുറച്ച് ഓവർ ആക്ട് ചെയ്ത. എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്ന, ബാക്കി എല്ലാവരും നാച്ചുറൽ ആയിരുന്നു, നീ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ ആ പടത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കണ്ടാലറിയും ബാക്കി എല്ലാവരും, ഇപ്പോൾ വിനീതാണെങ്കിലും ശരി, അതിൻ്റെ കൂടെ അഭിനയിച്ച റോഷനാണെങ്കിലും ശരി, അവരൊക്കെ ചിരിച്ച് നോർമൽ. ഞാൻ മാത്രം നല്ല ഉണ്ടക്കണ്ണൊക്കെ ഇങ്ങനെ വിരിച്ച് ഭയങ്കര എക്സ്പ്രഷനൊക്കെ കൊടുത്ത്. അത്രയൊന്നും എക്സ്പ്രഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ഇപ്പോഴും കാണുമ്പോഴും അത് ക്യൂട്ടാണ്, ക്രിഞ്ചാണ്. ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞുകുട്ടിയല്ലേ. ഞാൻ മാത്രം ഭയങ്കര ലൗഡായിട്ട് പഴമൊക്കെ വായിലൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചവച്ചും ഭയങ്കര എക്സ്പ്രഷനും ഭയങ്കര ചിരിയൊക്കെ. ബാക്കി എല്ലാവരും വളരെ നോർമലായിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ, അതിനകത്ത് ബോംബെ രവി സാറിന്റെ മ്യൂസിക്കിൽ ഉണ്ണിഗണപതി തമ്പുരാട്ടി എന്നൊക്കെ പറയുന്ന പാട്ടിനുള്ളിൽ നമുക്കൊരു ഭാഗമാവാൻ കഴിയുന്നത്. പിന്നെ ഈ അടുത്തും കൂടെ അത് ഞാൻ കണ്ടതേ ഉള്ളൂ ടി വിയിൽ വന്നപ്പം. അഭിനയം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഭിനയ പാർട്ട് എനിക്ക് എപ്പോൾ കണ്ടാലും ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ക്രിഞ്ചായിട്ട് തോന്നിയെങ്കിലും. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ആ ഒരു ഇതിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ ആ ഒരു എപ്പിക്കിൻ്റെ പാർട്ടാവാൻ സാധിച്ചു. അതിനകത്ത് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊന്നും ഒരിക്കലും, അത് ഞാൻ പറയാം വൺസ് ഇൻ എ ലൈഫ് ടൈം, അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഇതല്ല. പക്ഷെ അഭിനയം ഇപ്പോഴും കാണുമ്പോൾ ചിരി വരും.